കഴിഞ്ഞ ദിവസം എനിക്ക് തന്ന പണി കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ ഫുൾ. ആ പണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും സൂചിക്കുന്നുണ്ടിത്. എന്തെങ്കിലും കൊടുക്കും ഞാൻ. എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. എന്ത് കൊടുക്കും? പക്ഷേ ആലോചിക്കാം. നമുക്ക് എൻ്റെ അമ്മ ഈ തല, ഈ വേദന, ഇതൊക്കെ കൊണ്ട് എവിടെ തീർക്കുന്നോ? ജോർജിൽ പണ്ടാണ് കോഞ്ചിരുങ്ങ അമ്മ കൊള്ളാം. നൈസ്, ഇൻട്രസ്റ്റ്. ഇങ്ങനെ റിമോട്ടൊക്കെ വെച്ച് എടാ, നാളെ ദിവസത്തെ പ്രത്യേകത അറിയോ? നിനക്കറിയോ? എനിക്ക് മനസ്സിലായി. നാളെ റെജി അത് പട്ടി വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഇതുപോലത്തെ ഞാൻ അറിഞ്ഞു. റെജി പട്ടി വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു നല്ല ദിവസം. പിന്നെ ഇങ്ങനെ അവനോടൊക്കെ പോയി ബൈക്കിലൊക്കെ, പിന്നെ കുറച്ച് ചിപ്സൊക്കെ തിന്നു. ചിപ്സൊക്കെ തിന്നു, രസമാണ്, നന്നായിട്ട്. പിന്നെ ഇതേപോലത്തൊക്കെ മൂവീസൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇതേപോലത്തൊക്കെ റിമോട്ട് സോറി അതൊന്നും എടുത്ത് വെച്ചിങ്ങനെ. അത് ഇപ്പോൾ റിമോട്ടിൽ നിന്നും ഉണ്ടാവില്ല. എടാ, നിനക്ക് അറിഞ്ഞൂടെ നാളെ ഏപ്രിൽ 1? ഏപ്രിൽ ഫുൾ. അയ്യോ, കഷ്ടം തന്നെ. ഇവരോട് രണ്ടെന്ന് വെച്ചാൽ തന്ത വൈബ്. എടാ തന്ത വിളിക്കടാ. എന്താണ് ന്യൂസേ? നീ എന്താ? നിനക്കെന്താ? നീ കുറേ തന്ത വൈബ് ഇടിച്ച. എടാ രചി മറന്നേ അടിപൊളി അറിയിക്ക്. അപ്പം നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ ഫുള്ളാക്കാൻ പോകുന്നത് ഫസ്റ്റാണ്. എന്താ സഹിക്കല്ലേ? അടിച്ചിട്ടി ഇവനൊക്കെ തന്ത വൈബ് തന്നെ, തന്തേക്കാൾ മോശം. നീയൊക്കെ കരളും വിളിച്ചവളാ. എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. കൊടുക്കുന്നുണ്ട് ഞാൻ. നീയൊക്കെ കരുതി വെച്ചോടാ, നിനക്കുള്ള പണി വരുന്നുണ്ട്. കൊടുക്കും.